നമസ്കാരം. ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മെർലിൻ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ദുരന്ത നിവാരണ ലഘൂകരണ രണ്ടാം ഘട്ടത്തിന് തുടക്കം. ബത്തേരി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹിക സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, വിലങ്ങാട് ദുരന്ത നിവാരണ ലഘൂകരണ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. KCBCയുടെ മേൽനോട്ടത്തിലാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദുരന്ത സാഹചര്യത്തിൽ സമൂഹത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, പ്രാദേശിക ജനതയെ സാമൂഹിക വികസന പരിപാടികളിൽ സജീവമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 2 വർഷം നീളുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി വൈസ് പ്രസിഡന്റും മലങ്കര കത്തോലിക്ക ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് തിരുമേനി പദ്ധതി സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ TK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കത്തോലിക്ക സഭയുടെ സാമൂഹിക വികസന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ മുഖ്യ അതിഥിയായി. ബത്തേരി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ സാലി പൗലോസ്, കൗൺസിലർ രാധാ രവീന്ദ്രൻ, കോഴിക്കോട് രൂപത സാമൂഹിക സേവന വിഭാഗമായ ജീവന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ VC ആൽഫ്രഡ്, മാനന്തവാടി രൂപത വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ, താമരശ്ശേരി രൂപത COD എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സായി പാറൻകുളങ്ങര, ബത്തേരി രൂപത ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, കാരിത്താസ് ഇന്ത്യ കാലാവസ്ഥാ വിഭാഗം ഡെസ്ക് ലീഡർ ഡോക്ടർ VR ഹരിദാസ്, പ്രോഗ്രാം ഓഫീസർ അബീഷ് ആന്റണി, WSS പ്രോഗ്രാം ഓഫീസർ PA ജോസ്, KSSF കോർഡിനേറ്റർ ആഷിൽ, ശ്രേയസ് പ്രോഗ്രാം മാനേജർ KV ഷാജി, പ്രൊജക്ട് മാനേജർ KP ഷാജി, പോൾ PF, ലില്ലി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗുരുവന്ദനം സംഘടിപ്പിച്ചു. ബത്തേരി മേഖല ചീരാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തുമന്ദിരം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി സ്വാശ്രയ സംഘം അംഗങ്ങളായ 19 അധ്യാപകരെ മൊമന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF മുഖ്യ സന്ദേശം നൽകി. CDOമാരായ സ്കറിയ, റഷീദ, ഷാജറത്ത് എന്നിവർ സംസാരിച്ചു. ഏരിയ സംഗമം സംഘടിപ്പിച്ചു. ശ്രേയസ് നീലഗിരി പുത്തൂർ വയൽ യൂണിറ്റിന്റെ കീഴിലുള്ള വിവിധ സ്വാശ്രയ സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏരിയ സംഗമം നടത്തപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ V പീറ്റർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. മേഖലാ കോർഡിനേറ്റർ ശ്രീ EP കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോസ്പര കോൺവെന്റ് സിസ്റ്റർ സിനി മരിയ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കുട്ടികളിൽ എന്ന വിഷയത്തിൽ ആസ്പദമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീമതി ബീന, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ജെസി, യൂണിറ്റ് CDO ശ്രീ KP ഷാജു, ശ്രീമതി ശരണ്യ, മഞ്ജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബത്തേരി മേഖല കൊളകപ്പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞമ്മ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിനി ഷാജി, CDO സോഫി ഷിജു, ലിസി എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുൽപ്പള്ളി മേഖല ചെതലയും യൂണിറ്റിന്റെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശ്രീ AV ജോയ് ക്ലാസിന് നേതൃത്വം നൽകി. പുൽപ്പള്ളി മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ബിനി തോമസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സ്വാശ്രയ സംഘങ്ങളിലെ നിന്ന് വരുന്ന 40 അംഗങ്ങൾ മീറ്റിംഗിൽ പങ്കെടുത്തു. യൂണിറ്റ് പ്രവർത്തകരായ സുജ ബെന്നി, മിനി ഏലിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മേഖല അമ്പുകുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മേപ്പാടി വിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സ്തനാർബുദം എന്ന വിഷയത്തിനെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വത്സ ജോയ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സോന ക്ലാസിന് നേതൃത്വം നൽകുകയും CDO ജാൻസി ബെന്നി സംസാരിക്കുകയും ചെയ്തു. ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. കണ്ണൂർ മേഖല നടുവിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടുവിൽ പഞ്ചായത്തിന്റെ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. സോണൽ മാനേജർ സാജൻ വർഗീസിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലിസി ജോസഫ്, ശ്രീ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനവും ആദരിക്കലും നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി
ഓടംപള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ആലിവേലിൽ എന്നിവർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സാബു VP, സ്വാശ്രയ സംഘ അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റിക്കാർ എല്ലാവരും ചേർന്ന് പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രീ റിൻഡോ, ശ്രീമതി ഷീബ, ശ്രീ അനീഷ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. 24 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. ശ്രേയസ് കാസർഗോഡ് ചെറുപുഴ യൂണിറ്റിന്റെ തയ്യേനിയിലെ കാവേരി സ്വാശ്രയ സംഘം സംഘടിപ്പിച്ച വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്മമാരെ ആദരിച്ചു. പരിപാടി ഉദ്ഘാടന കർമ്മം മെമ്പർ ശ്രീ മോഹനൻ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് സരിത സോജി, സെക്രട്ടറി പ്രിയ സനീഷ്, യൂണിറ്റ് CDO ശ്യാമിലി സുരേഷ് എന്നിവർ സംസാരിച്ചു. വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. നീലഗിരി മേഖല ചെളിവയൽ യൂണിറ്റും ഐശ്വര്യ സ്വാശ്രയ സംഘത്തിന്റെ സംയുക്തമായി വയോജന ദിനാഘോഷം നിറവ് 2K25 വിവിധ പരിപാടികളോടുകൂടി നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിന് യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യൻ പുലിപ്ര അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ വർഗീസ് കൊല്ലമ്മങ്കുടി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ശ്രീ EP കുര്യാക്കോസ്, വാർഡ് മെമ്പർ ശ്രീ M ഷാജി, സെക്രട്ടറി KV ഷാജി എന്നിവർ സംസാരിച്ചു. വാഗേരി യൂണിറ്റിന്റെ ശ്രേയസ് ദിനാചരണം സംഘടിപ്പിച്ചു. ബത്തേരി മേഖല വാഗേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേയസ് ദിനാചരണം സംഘടിപ്പിച്ചു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ശ്രേയസ് പതാക ഉയർത്തി. മുഖ്യ സന്ദേശം നൽകി യൂണിറ്റ് പ്രസിഡന്റ് KK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ലിജി ജോർജ്, CC വർഗീസ്, ഗിരിജ പത്മനാഭൻ, റീത്ത, വത്സ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സാബു VP, സ്വാശ്രയ സംഘ അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റിക്കാർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രേയസ് സ്വാശ്രയ സംഘം വാർഷികം സംഘടിപ്പിച്ചു. ബത്തേരി മേഖല മൂലങ്കാവ് യൂണിറ്റിലെ ജ്വാല സ്വാശ്രയ സംഘത്തിന്റെ വാർഷികാഘോഷം സുൽത്താൻ ബത്തേരി നഗരസഭാ കൗൺസിലർ പ്രിയ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF മുഖ്യ സന്ദേശം നൽകി. സംഘം പ്രസിഡന്റ് ഷജിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു സാബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് CDO പുഷ്പലത, സെക്രട്ടറി ശ്രീജ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്. ശ്രേയസ് മാനന്തവാടി മേഖല ഏറാളമുല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുമായി ചേർന്ന് നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ആന്റോ അധ്യക്ഷത വഹിച്ചു. മാനന്തവാടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ശ്രീ ജേക്കബ് സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഹല്യ കണ്ണാശുപത്രി ഡോക്ടർ മിസ്സി ക്യാമ്പിനെ കുറിച്ച് വിവരം നൽകി. മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി പ്രമീള, മേഖലാ കോർഡിനേറ്റർ ശ്രീമതി സ്നേഹ ജോസഫ്, യൂണിറ്റ് CDO ശ്രീമതി ബേബി ഫ്രാൻസിസ്, ശ്രീ മജീദ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രേയസ് നന്മ സ്വാശ്രയ സംഘം വാർഷികം ആഘോഷിച്ചു. ബത്തേരി മേഖല ചീരാൽ യൂണിറ്റിന്റെ നന്മ സ്വാശ്രയ സംഘത്തിന്റെ വാർഷികാഘോഷം ബത്തേരി മേഖലാ പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷെറീന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് EJ വർഗീസ്, റഷീദ ലത്തീഫ്, ആന്റണി പൗലോസ്, ദിവ്യ എന്നിവർ സംസാരിച്ചു. വയോജന ദിനാചരണം നടത്തി. ശ്രേയസ് നീലഗിരി പുത്തൂർ വയൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യൻ പുൽപ്ര അധ്യക്ഷനായ പരിപാടിയിൽ അയ്യങ്കൊല്ലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മരിയ സ്റ്റെല്ല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വാർദ്ധക്യ ആനന്ദകരമാക്കാം എന്ന വിഷയം ആസ്പദമാക്കി ക്ലാസ് നയിക്കുകയും ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ശ്രീ EP കുര്യാക്കോസ്, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പീറ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീമതി ഏലിക്കുട്ടിയെ ആദരിച്ചു. ശ്രീ ദേവസ്യ, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ജെസി മാത്യു എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 25 അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. യൂണിറ്റ് CDOs, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രേയസ് സ്വാശ്രയ സംഘം വാർഷികം നടത്തി. ബത്തേരി മേഖല ചുള്ളിയോട് യൂണിറ്റിലെ സ്രോതസ് സ്വാശ്രയ സംഘത്തിന്റെ വാർഷികം ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് OJ ബേബി മുഖ്യ സന്ദേശം നൽകി. ജെസി, ഷൈജ, ഷാജു, ജസീല, ലൈമി, കവിത, റീജ എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.